ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ ദിവസവും പോലെ പതിവ് പോലെ ഇന്നും ചൂണ്ട കെട്ടാൻ വന്നിരിക്കുക. ഇന്ന് നമ്മൾ വേറൊരു പാടത്താണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പാടത്തെ ചൂണ്ട കണ്ടീരിനോടുകൂടി നമ്മൾ ആ പാടം വിട്ട് ഇത്തവണ നമ്മൾ വേറൊരു പാടത്താണ് വന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടം തന്നെയാണ്. നമ്മൾ ചൂണ്ട കെട്ടാൻ ആദ്യം ഒരു കുറ്റി നാട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കെട്ടാം. അപ്പോൾ കെട്ടുന്നതിൻ്റെ ആദ്യത്തെ എന്താണെന്ന് നമ്മളൊരു കുറ്റി നാട്ടിട്ടുണ്ട്. ഇനി ചൂണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയ്യെ കെട്ടി ഇങ്ങോട്ട് പോവുക. ചൂണ്ട നേർത്ത് പോവുക. എന്നിട്ട് തീറ്റി കുത്തുക. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ വീഡിയോ കാണും. അപ്പോൾ അതൊക്കെ തുള്ളി. ഇപ്പം സന്ധ്യയായി. നമ്മൾ ഈ പള്ളത്തി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പള്ളത്തി പിടിച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ സമയം ഒത്തിരി താമസിച്ചു. അതുകൊണ്ടാണ് ഈ വരുന്നൊരു പ്രശ്നം. ഏതായാലും നമുക്ക് ചൂണ്ട കെട്ടാം. അപ്പോൾ കെട്ടി തീറ്റി കോർത്ത് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത് വീഡിയോയിൽ വരും. ഓക്കെ, നമ്മൾ വള്ളി മുഴുവൻ തീറ്റി കുത്തി കഴിഞ്ഞു. മുഴുവൻ ചൂണ്ട നമുക്ക് കെട്ടാനുള്ള സാവകാശം കിട്ടിയില്ല. ചൂണ്ട വള്ളത്തെ ഇരിക്കുക. അത് ഇത്തവണ ഇന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ തീറ്റിയെല്ലാം കുത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ഇവിടെ ഒരു വരാല് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ഈ ചെറിയ കാറ്റുണ്ട്. ഈ ചപ്പോടാണ് നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടമാനം ചെന്ന് നമ്മൾ പിടിച്ചത് ചപ്പനിടയിലേക്ക് വീണ്ടും ചെന്ന് കയറും. അപ്പുറത്ത് ഉണ്ടോ? അപ്പോഴേക്ക് ആമ്പലിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വള്ളി കെട്ടിയിരിക്കുന്നത് തന്നെ. റിസ്ക്കാണ്. വേണ്ടത് കാണോ? പിരിഞ്ഞ് ഇന്ന് നമ്മൾ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല മീനെ എടുക്കാൻ. നമ്മളിപ്പം വട്ടവല കൊണ്ടുവരുന്ന ഇന്ന് അത് എടുക്കാൻ മറന്നുപോയി. അത്ര വലിയ വരാല്ല. അതുകൊണ്ടാ ആരും ആദ്യം ഫസ്റ്റ് കിട്ടുന്നില്ല. ഇത് തീറ്റി കുത്തുക. വേറെ ഒരാൾ വല്ലതും വിട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് ഇത് ആദ്യത്തെ ചൂണ്ടയാണ്. നമ്മൾ തീറ്റി കുത്തി കഴിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ ചൂണ്ടയാണ്. ഇനിയും അങ്ങോട്ട് നമ്മൾ തീറ്റി കുത്തി നോക്കി പോവുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ കാണാം. നമ്മൾ നോക്കി വന്നപ്പോൾ ഇവിടെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അറിയത്തില്ല. ഇത് കിടക്കുന്നു. ഇത്രയും വലിയ വരാലൊന്നുമല്ല. എന്നാലും നമുക്ക് ഒന്നും കിട്ടാതിരിക്കുമ്പം എടുക്കാൻ പാടില്ല. അപ്പം അത് ഉടക്കി എത്രയും ഭാഗം റെഡിയായി. നമുക്ക് രണ്ടാമത്തെ വരാൻ. അപ്പോൾ ഏതായാലും നമ്മൾ ചൂണ്ട കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ നോട്ടത്തിന് തന്നെ നമുക്ക് 2 മീനെ കിട്ടിയില്ല. വള്ളത്തിയെല്ലാം മേളിൽ പൊങ്ങി. ഇതൊക്കെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുക. വീട്ടിൽ പോയിട്ട് ഇനി രാവിലെ. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വൈകിട്ട് നമ്മൾ ചൂണ്ട കിട്ടിയായിരുന്നല്ലോ. ആ ചൂണ്ട ഇന്ന് രാവിലെ നമ്മൾ എടുക്കാൻ വന്നിരിക്കുകയാണ്. അല്പം നേരം വെളുത്ത് പോയി. ആ നേരം വെളുത്താലേ നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കത്തുള്ളൂ എന്നുള്ള കണക്കൂട്ടിലാണ് താമസിച്ചു വന്നത്. അപ്പം നമ്മൾ ചൂണ്ട
ഫസ്റ്റിലെ കെട്ടി ഇവിടെ വന്ന് ഇരിക്കുകയാണ്. നമുക്ക് ചൂണ്ട വലിക്കാം. ഇന്ന് നമ്മൾ ഒട്ടവല എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ട കെട്ടിക്കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനെ ഒരു ചെറിയ മഴ പെയ്തു. കാലാവസ്ഥ നല്ലതായിരുന്നു. പക്ഷേ നമ്മുടെ ചൂണ്ടയിൽ എന്തുമാത്രം വരാൽ എന്ത് മീനുണ്ടെന്ന് അറിയാൻ മേല. നമുക്ക് ഏതായാലും വലിച്ചു നോക്കാം. അവിടെ ഒരാൾ വല വലിക്കുന്നുണ്ട്. അങ്ങ് അങ്ങ് കണ്ടോ, കാണാമോ? ആ ആദ്യത്തെ വള്ളിയാണ് നമ്മൾ വലിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് വലിച്ചു പോവുക. 2 പേര് വേണം ഇത് വലിക്കണമെങ്കിൽ. വള്ളം നേരെ വിടണം. അപ്പം മീൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഓക്കെ, അങ്ങനെ വലിച്ചു പോവുക നമ്മൾ. നമ്മുടെ ഈ ഭാഗത്തും കൊണ്ടൊരു ഒരാളുണ്ടെന്ന് തോന്നുന്നു. അതെ, വള്ളി അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് വിട്ടു പോകുമെന്നറിയാൻ മേല. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നല്ല ഒരാൾ ഉണ്ടോ? ഇപ്പം രാവിലെ നമുക്ക് ആദ്യം കിട്ടുന്നതാണ് ഇന്ന്. ഇനി പോയെന്ന് തോന്നുന്നു. ഇത് കൈ കൊണ്ട് ഒതുങ്ങുകയല്ല. ഇത് നാടൻ വരാല. വിഴുങ്ങിപ്പോയി. ഇല്ല 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 ഇനി വന്ന് നോക്കട്ടെ. വരാൽ കയ്യിൽ ഒതുങ്ങിയാലല്ലേ ഒക്കത്തുള്ളൂ. വള്ളത്തെ വെച്ചാകുമ്പോ വിട്ടിരിക്കുക. ചാടിപ്പോവും. വരാലെന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. അതിനൊരു പേര് പറയായിരുന്നു. നമ്മുടെ ഹാൻഡ് മെയ്ഡ് സാധനമാണ്. വരാലിന്റെ വായിക്കകത്ത് കൈയിട്ട് വരലല്ലേ അല്ലേ? ഈ വാളയാണെങ്കിൽ കുറച്ച് വിസ്താരം കിട്ടും. ഇതാകുമ്പം വിസ്താരം കുറവായത് കൊണ്ട് കൈ കണ്ടോനം മുറി. പിന്നെ പടത്തേക്ക് ജീവനുണ്ട്. മടയിട്ട് മോട്ടർ ഓടിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ വെള്ളിയിൽ ഇത് ഇവിടെ ഒരു വരാലുണ്ട്. ഉദിച്ചു വരുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്. ഇത് ഒരു വെള്ളിയിൽ ഒരു വരാലാണിത്. അറിയാൻ വലുത് മുഴുത്ത വരാല. നല്ല വരാല, നല്ല മുഴുത്ത വരാല. ചൂണ്ട ഇല്ല. നോക്കട്ടെ. കയ്യിൽ ഒതുങ്ങത്തില്ലെന്ന് വരാല്. ചിക്കളക്കിടയിൽ കൂടെ കയറ്റി നമുക്കൊന്ന് നോക്കാം. ഇത് അങ്ങ
നമ്മളിവിടെ വെള്ളത്തെ വെച്ചെടുക്കാൻ നോക്കിയാൽ കഴിക്കാൻ ഒക്കുകയില്ല. അപ്പം അത് ചൂണ്ടയോടെ തന്നെ നമ്മുടെ വലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സൗകര്യം പോലെ എടുക്കാമല്ലോ. ഇനി നമുക്ക് വലിച്ചു നോക്കാം. ആ മേഘം വന്ന് മറഞ്ഞ് നമ്മുടെ ഈ വള്ളി വലിച്ച് തീരാറായപ്പോഴാണ് അത് ഇവിടെ ഒരു വരാലിവിടെ ഇരിക്കുന്നു. അത്രയും വലിയ വരാലല്ലേ ഇത്. ഇവിടെ ഒരു വരാല് ചത്ത് കിടക്കുക. പിരിഞ്ഞ് വിരിഞ്ഞ് 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 ചൂണ്ട വിരിഞ്ഞ് 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 ഇത് ഇങ്ങനെ തുമ്പത്തായിരുന്നു കേട്ടിരുന്നത്. നല്ല വരാല്, അത് നാടൻ വരാലാ ഇത്. ഇവിടെ ഒരു അടിപൊളി വരാല. എങ്ങനെയാണ് ഇതിന്റെ ചൂണ്ട പുറത്ത് കാണുന്നത്? കണ്ടോ? അകത്തൂടെ കയറി പുറത്ത് വന്ന് കുത്തിയേക്കോ കളിച്ചിട്ട് കണ്ണിൻ്റെ അകത്തൂടെ കയറി പുറത്ത് വന്ന് കുത്തിയേക്കുക. ആണോ? ആ ഉണ്ട്. അപ്പൊ അത് ഈ ചൂണ്ട ഇവിടുന്ന് കണ്ടിച്ച അത് തിരിച്ചു ഊരിയെടുക്കാവല്ലോ. നോക്കാം എങ്ങനെ എടുക്കാവൂന്ന് നോക്കാം. ചൂണ്ട അഴിക്കാം. ചൂണ്ട അഴിച്ച് ചൂണ്ട എന്നുള്ള പിടിപിടിച്ച് ഇനിയിപ്പം നമുക്ക് ഇട്ടിട്ട് ചൂണ്ട പിടിച്ച് കളിച്ചാൽ ഇങ്ങോട്ട് ശരണം തന്നെ. ഇത് വിട്. അത്ര എളുപ്പം നമ്മളത് ഊരിയെടുത്തത്. തിരിച്ച് ചൂണ്ട ഇവിടെ കെട്ടിവെച്ചേക്കാം. ഇവിടെ കെട്ടിരുന്നത്. നമ്മളെ വള്ളി വലിച്ചു തീരാറായി. വള്ളി വലിച്ചു തീർന്നത് ഇതാ കുറ്റി. അപ്പൊ ലാസ്റ്റ് കിട്ടുന്ന വരാലാണെന്ന് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ചൂണ്ട മൊത്തം വലിച്ചു കഴിഞ്ഞ് ഇത് ലാസ്റ്റ് കുറ്റിയാണിത്. അപ്പം നമ്മുടെ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് വരാൽ കിട്ടിയില്ല, എന്നാൽ കുഴപ്പമില്ല. താനും ഇന്നലെ വൈകിട്ട് നമുക്ക് 2 വരാൽ കിട്ടി. ഇപ്പം നമുക്ക് ജീവനോടെ 5 വരാലുണ്ട് അല്ലേ? ജീവനോടെ 4 വരാല്, 1 വരാല് ചത്തും പോയി. അപ്പം ഇപ്പം തന്നെ നമുക്ക് 5 വരാൽ കിട്ടി. ഇന്നലെ വൈകിട്ട് 2 വരാൽ കിട്ടി. പിന്നെ കിഴക്കുന്ന് കാറ്റടിക്കുന്നുണ്ട്, അതാണ് വെള്ളം പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നാടൻ വരാലേ അത്.